ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ഏകാദശസ്കന്ധേ അഥ ദശമോऽധ്യായः. ശ്രീഭഗവാനുവാച മയോദ്ദിദേഷ്വഹിതः സ്വധർമ്മേഷു മദാശ്രയ വർണ്ണാശ്രമകുലാചാരമകാമാത്മാ സമാചരേത് അന്വേക്ഷ്യേത വിശുദ്ധാത്മാ ദേഹിനാം വിഷയാത്മനാം ഗുണേഷു തത്വധ്യാനേന സർവാരംഭ വിപര്യം സുപ്തസ്യ വിഷയാലോകോധ്യായതോ വാ മനോരഥ നാനാത്മകത്വാദ് വിപലസ്തഥാ ഭേദാത്മധീർഗുണൈ നിവൃത്തം കർമ്മ സേവേത പ്രവൃത്തം മത്പരസ്ത്യജേത് ജിജ്ഞാസായാം സംപ്രവൃത്തോ നാദ്രിയേത് കർമ്മചോദനാം യമാനഭീക്ഷ്ണം സേവേത നിയമാൻ മത്പരഃ ക്വചിത് മദഭിജ്ഞം ഗുരും ശാന്തമുപാസീത മദാത്മകം അമാന്യമത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ അസത്വരോർത്ഥജിജ്ഞാസുരനസൂയുരമോഘവാക് ജായാപത്യഗൃഹക്ഷേത്രസ്വജനദ്രവിണാദിഷു ഉദാസീന സമം പശ്യൻ സർവേഷ്വർത്ഥമിവാത്മന വിലക്ഷണസ്ഥൂലസൂക്ഷ്മാദേഹാദാത്മേക്ഷിതാസ്വദൃഗ് യഥാഗ്നിർദാരുണോ ദാഹ്യാദ് ദാഹഗോന്യഃ പ്രകാശക നിരോധോത്പത്യണു ബൃഹന്നാനാത്വം തത്കൃതാൻ ഗുണാൻ അന്തഃപ്രവിഷ്ട ആധത്ത ഏവം ദേഹഗുണാൻ പര യോസൗ ഗുണൈർവിരചിതോ ദേഹോയം പുരുഷസ്യ ഹി സംസാരസ്തന്നിബന്ധോയം പുംസോ വിദ്യാച്ഛിദാത്മന തസ്മാജ്ജിജ്ഞാസയാത്മാനമാത്മസ്ഥം കേവലം പരം സംഗമ്യ നിരസേദേതദ്വസ്തു ബുദ്ധിം യഥാക്രമം ആചാര്യോരണിരാദ്യസ്യാദന്തേവാസ്യുത്തരാരണേ തത്സന്ധാനം പ്രവചനം വിദ്യാസന്ധിഃ സുഖാവഹ വൈശാരദീ സാദിവിശുദ്ധബുദ്ധിർധുനോതി മായാം ഗുണസംപ്രസൂതാം ഗുണാംശ്ച സന്ദഹ്യൈതാത്മമേതത് സ്വയം ച ശാമ്യത്യസമിതി യഥാഗ്നിഃ അധേഷാം കർമ്മകർത്തॄണാം ഭോക്തॄണാം സുഖദുഃഖയോ നാനാത്വമഥ നിത്യത്വം ലോകകാലാഗമാത്മനാം മന്യസേ സർവഭാവാനാം സംസ്ഥാഹ്യോത്പത്തികേ യഥാ തത്തദാകൃതിഭേദേന ജായതേ ഭിദ്യതേ ച ധീഃ ഏവമപ്യംഗ സർവേഷാം ദേഹിനാം ദേഹയോഗത കാലാവയവതഃ സന്തി ഭാവാ ജന്മാദയോ സകൃത് അത്രാപി കർമ്മണാം കർത്തുരസ്വാതന്ത്ര്യം ച ലക്ഷ്യതേ ഭോക്തുശ്ച ദുഃഖസുഖയോഃ കോന്വർത്ഥോ വിവശം ഭജേത് ന ദേഹിനാം സുഖം കിഞ്ചിത് വിദ്യത്തെ വിദുഷാമപി തഥാ ച ദുഃഖം മൂഢാനാം വൃഥാഹങ്കരണം പരം യദി പ്രാപ്തിം വിഘാതം ച ജാനന്തി സുഖദുഃഖയോ തേപ്യദ്ധാ ന വിദുർയോഗം മൃത്യുർന പ്രഭവേദ് യഥാ കോന്വർത്ഥസുഖയത്യേനം കാമോ വാ മൃത്യുരന്തികേ ആഘാതം നീയമാനസ്യ വദ്യസേവ ന തുഷ്ടിത ശ്രുതം ച ദൃഷ്ടവദ്ദുഷ്ടം സ്പർദ്ധാസൂയാത്യയവ്യയൈ ബഹ്വന്തരായ കാമത്വാത് കൃഷിവച്ചാപി നിഷ്ഫലം അന്തരായൈരവിഹതോ യദി ധർമ്മസ്വനുഷ്ഠിത തേനാപി നിർജിതം സ്ഥാനം യഥാ ഗച്ഛതി തത് ശൃണു ഇഷ്ടേഹ ദേവതാ യജ്ഞൈസ്വർലോകം യാതി യാജ്ഞിക ഭുഞ്ചീത ദേവവത്തത്ര ഭോഗാൻ ദിവ്യാൻ നിജാർജിതാൻ സ്വപുണ്യോപചിതേ ശുഭ്രേ വിമാന ഉപഗീയതേ ഗന്ധർവൈർവിഹരൻ മധ്യേ ദേവീനാം ഹൃദ്യവേഷദൃക് സ്ത്രീഭിഃ കാമഗയാനേന കിങ്കിണേ ജാലമാലിന ക്രീഡന്ന വേദാത്മപാദം സുരാക്രീഡേഷു നിർവൃത
താവത് പ്രമോദതേ സ്വർഗേ യാവത് പുണ്യം സമാപ്യതേ ക്ഷീണപുണ്യഃ പതത്യർവാഗനിച്ഛൻ കാലചാലിത യദ്യധർമ്മരഥഃ സംഗാദസദാം വാചിതേന്ദ്രിയ കാമാത്മാ കൃപണോ ലുപ്തസ്ത്രൈണോ ഭൂതവിഹിംസക പശൂന വിധിനാ ലഭ്യ പ്രേതഭൂതഗണാൻ യജൻ നരകാനവശോ ജന്തുർഗത്വായാത്യുദ്ബണം തമ കർമാണി ദുഃഖോദർക്കാണി കുർവൻ ദേഹേന തൈഃ പുനഃ ദേഹമാ ഭജതേ തത്ര കിം സുഖം മർത്യധർമ്മിണ ലോകാനാം ലോകപാലാനാം മദ്ഭയം കൽപ്പജീവിനാം ബ്രഹ്മണോ ബിഭയം മത്തോ ദ്വിപരാർദ്ധപരായുഷ ഗുണാസൃജന്തി കർമാണി ഗുണോനുസൃജതേ ഗുണാൻ ജീവസ്തു ഗുണസംയുക്തോ ഭുങ്ക്തേ കർമ്മഫലാന്യസോ യാവത് സ്യാദ് ഗുണവൈഷമ്യം താവന്നാനാത്വമാത്മന നാനാത്വമാത്മനോ യാവത് പാരതന്ത്ര്യം തദൈവ ഹി യാവദസ്യാ സ്വതന്ത്രത്വം താവദീശ്വരതോ ഭയം യ ഏതത് സമുപാസീരംസ്തേ മുഹ്യന്തി ശുചാർപ്പിതാ കാല ആത്മാഗമോ ലോകസ്വഭാവോ ധർമ്മ ഏവ ച ഇതി മാം ബഹുധാ പ്രാഹുർഗുണവ്യതികരേ സദേ ഉദ്ധവ ഉവാച ഗുണേഷു വർത്തമാനോപി ദേഹജേഷ്വനപാവൃത ഗുണൈർന ബധ്യതേ ദേഹി ബധ്യതേ വാ കഥം വിഭോ കഥം വർത്തേത വിഹരേത് കൈർവാ ജ്ഞായേത ലക്ഷണൈ കിം ഭുഞ്ചീദോദ വിസൃജേച്ഛൈദാസീതയാതി വാ ഏതദച്യുതമേ ബ്രോഹി പ്രശ്നം പ്രശ്നവിദാം വര നിത്യമുക്തോ നിത്യബദ്ധ ഏക ഏവേതി മേ ബ്രഹ്മ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ഭഗവദുദ്ധവസംവാദേ ദശമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്. മേ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശി സ്കന്ധത്തിലെ 10ാമത്തെ അധ്യായമാണ് പറയുന്നത് സംസാര നിരൂപണം. കഴിഞ്ഞ 3 അധ്യായങ്ങളിലായിട്ട് ഭഗവാൻ ഉദ്ധർക്ക് യദു അവധൂത സംവാദമാണ് പറഞ്ഞു കൊടുത്തത്. അതിൽ 24 ഗുരുക്കന്മാരെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞത്. ഇതിൽ ഭഗവാൻ പറയാണ്, ഹേ മഹാത്മാവേ, അവിടുന്ന് ഞാൻ ഈ പറഞ്ഞ സ്വധർമ്മ മാർഗത്തിൽ നല്ലതുപോലെ ശ്രദ്ധയുറപ്പിച്ച് ജീവിക്കൂ. വർണ്ണാശ്രമ ആചാരങ്ങൾക്ക് വിഘ്നം വരാതെ എന്നെ പരമാശ്രയമായി കണ്ടുകൊണ്ട് ജീവിക്കൂ. വിഷയാസക്തരായവർ നിരന്തരം ദുഃഖത്തെ അനുഭവിക്കുന്നു. ശുദ്ധചിത്തരായവർ ഈ സത്യത്തെ നല്ലപോലെ മനസ്സിലാക്കണം. തത്വജിജ്ഞാസു ആയവൻ കർമ്മങ്ങൾ ഫലേച്ഛ കൂടാതെ അനുഷ്ഠിക്കണം. എന്നാൽ എന്നിൽ ഭക്തി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സകാമ കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ടതായിട്ടില്ല. ഇതിനുശേഷം ശാന്തനും ബ്രഹ്മനിഷ്ഠനും ജ്ഞാനിയുമായ ഗുരുവിനെ സേവിക്കണം. ഗുരുവിനെ ഞാൻ തന്നെയായി എല്ലായ്പ്പോഴും ദർശിക്കണം. ശിഷ്യൻ എല്ലായ്പ്പോഴും അസൂയ, ദംഭം, മമത്വം, മാത്സര്യം, ഭേദബുദ്ധി എന്നിവ കൈവിടിഞ്ഞവനും ശാന്തനും സത്യവാക്കും തത്വജിജ്ഞാസുവും ആയിരിക്കണം. ആത്മാവ് സ്ഥൂലവും സൂക്ഷ്മമായ ശരീരത്തിൽ സാക്ഷിയായി വർത്തിക്കുന്നവനും സർവ്വതിനെയും പ്രകാശിപ്പിക്കുന്നവനുമാണ്. അഗ്നി വിറകിൽ നിന്നുകൊണ്ട് അതിനെ ദഹിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതുപോലെ ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവനും എന്നാൽ അതിൽ നിന്ന് ഭിന്നനുമാണെന്ന് അറിയുക. വിറകിൽ അഗ്നി അന്തർലീനമായിരിക്കുമ്പോൾ നിരുദ്ധാവസ്ഥയും കത്തിക്കഴിഞ്ഞാൽ വിറകിൻ്റെ സ്ഥിതിക്കനുസരിച്ച് നാശവും ഉള്ളതുപോലെ തോന്നുന്നു. അതുപോലെ തന്നെ ശരീരസ്ഥിതനായ ആത്മാവും ദേഹധർമ്മങ്ങളെ പിന്തുടരുന്നത് പോലെ തോന്നുന്നു.
ഈ ശരീരം ഈശ്വരൻ്റെ മായയാൽ നിർമ്മിതമാണ്. അത് നിമിത്തമാണ് ജീവൻ സംസാരത്തിൽ വലയുന്നത്. ആത്മജ്ഞാനം ലഭിക്കുന്നതോടുകൂടി ശരീരമാണ് ആത്മാവ് എന്ന ബുദ്ധി ഇല്ലാതായിത്തീരുന്നു. അതുകൊണ്ട് ശരീരസ്ഥിതനായ ആത്മാവിനെ നല്ലതുപോലെ ഗ്രഹിക്കൂ. അങ്ങനെയായാൽ ശരീരാദികളിലുള്ള പരമാർത്ഥ ബുദ്ധി ക്രമേണ നശിച്ചു പോയിക്കൊള്ളും. ഗുരുപദേശം കൊണ്ട് സിദ്ധിച്ച വിശുദ്ധ ജ്ഞാനം ശിഷ്യൻ്റെ മനസ്സിൽ ഉറച്ചാൽ ഗുണകാര്യരൂപമായ മായയും ജീവൻ്റെ സംസാര കാരണമായ പ്രപഞ്ചവും ഗുണങ്ങളും നശിച്ചിരുന്നു. വിറക് കത്തിത്തീർന്നാൽ അഗ്നിയും ഇല്ലാതായിത്തീരുന്നത് പോലെ ജ്ഞാനം കൊണ്ട് വൃത്തിജ്ഞാനവും ഇല്ലാതായിത്തീരുന്നു. ജീവൻ സൂക്ഷ്മ സ്ഥൂല വിലക്ഷണവും ജ്ഞാനേക രൂപവും തന്നെ ആയിത്തീരുന്നു. ഇതാണ് അദ്വൈതാവസ്ഥ. ചില പൂർവ്വചിന്തകരുടെ അഭിപ്രായത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നവരും സുഖദുഃഖാദികളെ അനുഭവിക്കുന്നവരുമായ ജീവന്മാരെല്ലാം നാനാത്വബോധമുള്ളവരാണ്. അങ്ങനെ നോക്കിയാൽ ജീവൻ, ലോകം, ശാസ്ത്രം, കാലം എന്നീ നാലെണ്ണത്തിനും നിത്യത ഭവിക്കുന്നു. ഭോഗ്യങ്ങൾ നശിക്കുന്നതുകൊണ്ട് വിരക്തി ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റില്ല. ഉൽപ്പത്തി നാശങ്ങളാകുന്ന പ്രവാഹ രൂപത്തിൽപ്പെടുന്നതാണെങ്കിലും സർവ്വവസ്തുക്കളും നിത്യങ്ങൾ തന്നെയാണ്. പദാർത്ഥങ്ങളുടെ ആകൃതി ഭേദത്തിനനുസരിച്ച് ബുദ്ധി ഉദിക്കുകയും ഭേദിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാൽ കൂടി സർവ്വജീവികൾക്കും ദേഹബന്ധ നിമിത്തമായി കാലശക്തി കൊണ്ട് ജനന മരണാദികൾ സംഭവിക്കുന്നു. ഇപ്രകാരം നോക്കിയാലും കർമ്മകൃത്തും ദുഃഖഭോക്താവുമായ ജീവൻ അസ്വതന്ത്രനായി കാണപ്പെടുന്നു. നിത്യവും അസ്വതന്ത്രനുമായി വർത്തിക്കുന്നവന് എങ്ങനെയാണ് സുഖമുണ്ടാകുന്നത്? പണ്ഡിതന്മാരാണെങ്കിലും ദേഹമെടുത്തവർക്ക് അല്പം പോലും സുഖം ലഭിക്കുന്നതായി കാണപ്പെടുന്നില്ല. പിന്നെ മൂഢന്മാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അഹങ്കാരം വ്യർത്ഥവും ദുഃഖത്തെ ഉണ്ടാക്കുന്നതുമാണ്. സുഖപ്രാപ്തിക്കും ദുഃഖനിരോധത്തിനുമുള്ള മാർഗം ചിലർക്കറിയാം, പക്ഷേ അവർക്ക് മൃത്യുവിനെ ജയിക്കുന്നതിനുള്ള മാർഗം അറിയില്ല. മൃത്യു സമീപത്ത് വന്നു നിൽക്കുന്നവന് എന്തു സുഖമാണ് ഉണ്ടാവുക? കൊലസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന കുറ്റവാളി എന്ന പോലെ അവനും സുഖമില്ല. നമ്മളെല്ലാവരും ശ്രേഷ്ഠന്മാരാണെന്ന് കരുതുന്ന സ്വർഗവും ഈ ലോകം പോലെ തന്നെ ദുഷിച്ചതാണ്. അവിടെയുമുണ്ട് സ്പർദ്ധയും അസൂയവും അഹങ്കാരവും ക്ഷയവും എല്ലാം. അതുകൊണ്ട് ആഗ്രഹങ്ങൾക്കെല്ലാം വിഘ്നം സംഭവിക്കുന്നു. അതുകൊണ്ട് നിഷ്ഫലമായ കൃഷി പോലെ തന്നെയാണ് സ്വർഗവും. യാഗാദികൾ കൊണ്ട് ദേവന്മാരെ പ്രീതിപ്പെടുത്തിയാൽ സ്വർഗം സിദ്ധിക്കുന്നു. അവൻ ദേവന്മാരെ പോലെ ദിവ്യഭോഗങ്ങൾ അനുഭവിച്ചു കഴിയുന്നു. അപ്പോഴൊന്നും അവർ സ്വപതനത്തെക്കുറിച്ച് ഓർക്കുകയില്ല. ഇപ്രകാരം പുണ്യം ക്ഷയിക്കുന്നവരെ ദേവലോകത്ത് സുഖിച്ചു വസിക്കുവാൻ സാധിക്കുന്നു. പുണ്യം ക്ഷയിച്ചാൽ കാലശക്തി കൊണ്ട് അവൻ ഭൂമിയിലേക്ക് തന്നെ പതിക്കുന്നു. ദുഷ്ടസംസർഗ നിമിത്തം ഇന്ദ്രിയജയം നശിച്ചവനും പാപാത്മാവും അധർമ്മനിരതനും കൃപണനും പിശുക്കനും സ്ത്രീജിതനും ജീവജാലങ്ങളെ ഹിംസിക്കുന്നവനുമായ പുരുഷൻ അതിൻ്റെ ഫലമായി ഘോര നരകത്തിൽ പതിക്കുകയും ചെയ്യുന്നു. പാപഫലങ്ങളെല്ലാം അനുഭവിച്ചു തീർന്നാൽ അവൻ മൂഢനായി ഈ ലോകത്ത് ജന്മമെടുക്കുന്നു. പിന്നെയും അവൻ ദുഃഖത്തെ ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ ചെയ്യും. അതിൻ്റെ ഫലമായി വീണ്ടും നരകത്തിൽ പതിക്കും. ഇപ്രകാരം ഇരിക്കുന്ന ദേഹിക്ക് എന്ത് സുഖമാണ് ഉണ്ടാവുക? കാലസ്വരൂപനായ എന്നെ ഭയന്ന് 2 പരാർത്ഥം വരെ ആയുസ്സോടുകൂടിയ ബ്രഹ്മാവും ലോകപാലന്മാരും ദേവന്മാരും എല്ലാം കഴിയുന്നു. അസ്വതന്ത്രത എത്രത്തോളം കാലം നിലനിൽക്കുന്നുവോ അത്രത്തോളം കാലം ഈശ്വരനെ ഭയപ്പെടേണ്ടി വരുന്നു. ഗുണപരിണാമങ്ങളായ ശരീരാദികളെ ഉപാസിക്കുന്നവർക്ക് നിരന്തരം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. ത്രിഗുണങ്ങൾക്ക് ക്ഷോഭം സംഭവിക്കുമ്പോൾ ജനങ്ങൾ എന്നെ സ്വഭാവം, കാലം, ജീവൻ, ധർമ്മം, ലോകം എന്നിവയൊക്കെ പറയുന്നു. അപ്പോൾ ഉദ്ധര ചോദിക്കുകയാണ്, ജീവൻ കർമ്മത്തിൽ വർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ദേഹത്തിൽ നിന്നും കർമ്മത്തിൽ നിന്നും മുക്തനായി തീരുക? കർമ്മങ്ങൾക്ക് ആത്മാവിനെ ബന്ധിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജീവൻ കർമ്മബദ്ധനായി തീരുന്നത്? കർമ്മങ്ങളിൽ നിന്ന് മുക്തരായവർ എങ്ങനെയാണ് ജീവിക്കുക?
അവർ എങ്ങനെയാണ് സഞ്ചരിക്കുക, എങ്ങനെയാണ് കിടക്കുക, അവരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒരേ ജീവൻ തന്നെ നിത്യമുക്തനും നിത്യബദ്ധനും ആണെന്ന് കേട്ട് എൻ്റെ സംശയം വർദ്ധിക്കുന്നു. അങ്ങ് ഇതിന് ഉത്തരം നൽകി എൻ്റെ സംശയം തീർത്തു തരണമെന്ന്. ഇത്രത്തോളമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.